നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത നടൻ അമിത് ചക്കാലക്കലിന്റെ ഒരു വാഹനം വിട്ടുനൽകി. മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ വാഹനമാണ് വിട്ടുനൽകിയത്. അമിത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ തീരുമാനം. ബോണ്ടിന്റെയും 20% ബാങ്ക് ഗ്യാരണ്ടിയുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. വാഹനം ഉപയോഗിക്കരുത്, കേരളത്തിന് പുറത്തു കൊണ്ടുപോകരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് വിട്ടുനൽകിയത്. നേരത്തെ ദുൽഖർ സൽമാന്റെ വാഹനവും സമാന ഉപാധികളോടെ വിട്ടുനൽകിയിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം. സി ബ്ലോക്കിൽ എസിയുടെ യന്ത്രഭാഗങ്ങൾ സൂക്ഷിക്കുന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. രോഗികൾ ഇല്ലാത്ത ഭാഗത്താണ് തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം. വൻതോതിൽ പുകയുയർന്നത് പരിഭ്രാന്തിക്കിടയാക്കിയെങ്കിലും കൃത്യമായ ഇടപെടലുകൾ വഴി വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നും സമീപത്തെ കോച്ചുകളിലേക്കും പുക വ്യാപിച്ചു. ഉടൻ തന്നെ ആശുപത്രി അധികൃതർ അറിയിച്ചതനുസരിച്ച് ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ സ്ഥലത്തെത്തി. മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേന തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 3ാം പ്രതി മണികണ്ഠൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിൽ കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയ്ക്ക് ശേഷം മണികണ്ഠൻ വീട്ടിലേക്ക് മടങ്ങി. കേസിൽ ഡിസംബർ 8 വിധി പറയാനിരിക്കെയാണ് ജീവനൊടുക്കാൻ ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇന്നലെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന വ്യവസ്ഥയില്ല. അതിനാൽ അറസ്റ്റിലേക്ക് കടക്കുന്നതിൽ പോലീസിന് നിയമതടസ്സമില്ല. എന്നാൽ ലൈംഗിക അതിക്രമ പരാതി യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നത് അജ്ഞാതമാണ്. ഒതായി മനാഫ് വധക്കേസ് 1ാം പ്രതി ഷെഫീഖ് മാലങ്ങാടന് ജീവപര്യന്തം. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് 1 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. പിഴത്തുക 2ാം സാക്ഷി ഫാത്തിമയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കൊല്ലപ്പെട്ട മനാഫിന്റെ സഹോദരിയാണ് ഫാത്തിമ. PV അൻവറിന്റെ സഹോദരി പുത്രനാണ് ഷെഫീഖ്. അൻവർ അടക്കം കേസിൽ പ്രതിയായിരുന്നു. അൻവറിനെ കേസിൽ കോടതി വെറുതെ വിടുകയായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തുടരുന്ന നിയമയുദ്ധത്തിന് ഒടുവിലാണ് വിധി വന്നിരിക്കുന്നത്. കൊലക്കുറ്റം തെളിഞ്ഞതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി. ശബരിമല സ്വർണ്ണക്കൊള്ള. തിരുവാഭരണം മുൻ കമ്മീഷണർക്ക് തിരിച്ചടി. ജാമ്യാപേക്ഷ തള്ളി. KS ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 4 മണി വരെയാണ് SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് SIT കസ്റ്റഡിയിൽ വാങ്ങിയത്. അതേസമയം ശബരിമല കട്ടളപ്പാളി കേസിൽ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജു 7ാം പ്രതിയാണ്. 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിലേക്ക്. പരിപാടി ബഹിഷ്കരിക്കുമെന്ന് KMCC. ഗൾഫ് സന്ദർശനത്തിന്റെ അവസാനഘട്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിലേക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി ഞായറാഴ്ച ദുബൈയിലെത്തും. സന്ദർശനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ബഹിഷ്കരിക്കുമെന്നും ദുബൈ KMCC അറിയിച്ചു. മുൻകൂട്ടി തീരുമാനിച്ച സന്ദർശന പരിപാടി ബഹിഷ്കരിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്ന് സംഘാടക സമിതി പ്രതികരിച്ചു. 5 ഗൾഫ് രാജ്യങ്ങളുടെ സന്ദർശനം ദുബൈയിൽ അവസാനിക്കുകയാണ്. നേരത്തെ നവംബർ 1 നിശ്ചയിച്ചിരുന്നത്. അന്ന് അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനായി മടങ്ങിയതിനാൽ മാറ്റി. ഞായർ രാവിലെ എത്തുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ കോൺസുൽ ജനറൽ, ബിസിനസ് പ്രമുഖർ, ദുബൈയിലെ ഭരണകർത്താക്കൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. തിങ്കളാഴ്ച വൈകിട്ട് ദുബൈ കിസൈസിലെ അമിറ്റി സ്കൂളിൽ ഓർമ്മ കേരളോത്സവത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകും. കൈനഗിരിയിൽ ഗർഭിണിയെ കൊന്ന് കായലിൽ തള്ളിയ കേസ്. 2ാം പ്രതിക്കും തൂക്കുകയർ. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി 3 ശിക്ഷ വിധിച്ചത്. കേസിലെ 1ാം പ്രതിയായ പ്രബീഷിന് കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു. ഒഡീഷ ജയിലിലുള്ള പ്രതി രജനിയെ ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് കേസിലെ 2ാം പ്രതിയുടെ ശിക്ഷ കോടതി വിധിച്ചത്. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പായി രാവിലെ രജനിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നായിരുന്നു രജനിയുടെ മറുപടി.
ഒന്നാം പ്രതിക്ക് പുറമെ രണ്ടാം പ്രതിയായ രജനിക്കും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശബരിമല തീർത്ഥാടകരുടെ ബസ് അപകടത്തിൽപ്പെട്ട ഒരു മരണം, 40-ലധികം പേർക്ക് പരിക്ക്. കാസർഗോഡ് മാലോം കാറ്റക്കവല മറ്റപ്പള്ളി വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി, നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. മൈസൂർ ചിഞ്ചിലിക്കട്ടെ സ്വദേശി ഹരീഷാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. 45 പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. അപകടത്തിൽപ്പെട്ട എല്ലാവരും മൈസൂർ ചിഞ്ചിലിക്കട്ടെ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ജാഗ്രത, കാസർഗോഡ് കളക്ടറുടെ പേരിൽ വ്യാജ വാട്സപ്പ് അക്കൗണ്ട്. കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ പേരിൽ വ്യാജ വാട്സപ്പ് അക്കൗണ്ട്. വിയറ്റ്നാമിലെ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് വ്യാജ വാട്സപ്പ് അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ അക്കൗണ്ടിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശം പലർക്കും ലഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ പേരിലാണ് പണം ആവശ്യപ്പെടുന്നത്. സംഭവത്തെ തുടർന്ന് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു.